ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 36 പരശുരാമചരിതം. ശ്ലോകം 1. പരശുരാമചരിതം പറയുന്നതിനു മുമ്പ് ദത്താവതാരത്തെ വർണ്ണിക്കുന്നു. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. പദം പിരിക്കാം. അത്രേഹേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിദഃ ജാതഃ ശിഷ്യ നിബന്ധ തന്ത്രിത മനാഃ സ്വസ്ഥഃ ചരൻ കാന്തയാ ദൃഷ്ടഃ ഭക്ത തമേന ഹേഹയാ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യ മുഖാൻ പ്രദായ ദധിധ സ്വേന ഏവ ച അന്തേ വധം. ത്വം പുരാ അത്രേഹ പുത്രതയാ അനസൂയായാം ദത്താഭിദഃ ജാതഃ ഹി. പണ്ട് നീ തിരുവടി അനസൂയയിൽ അത്രിയുടെ പുത്രനായി ജനിച്ച് ദത്തനെന്ന പേരോടുകൂടി അവതരിക്കുകയുണ്ടായല്ലോ. ശിഷ്യനിബന്ധ തന്ത്രിതമനാഃ സ്വസ്ഥഃ കാന്തയ ചരൻ ത്വം. ശിഷ്യന്മാരുടെ നിർബന്ധ നിമിത്തം നിരുത്സാഹനായി നിവൃത്തിമാർഗം അവലംബിച്ച് ഭാര്യയോടുകൂടി സഞ്ചരിക്കുന്ന ദത്താത്രേയമൂർത്തിയായ നിന്തിരുവടി ഭക്തതമേന ഹേഹയമഹീപാലേന ദൃഷ്ടഃ. പരമഭക്തനായ ഹേഹയ രാജാവ്, അതായത് കാർത്തവീരാർജുനൻ അങ്ങയെ വന്ന് ദർശിച്ചു. തസ്മൈ അഷ്ടൈശ്വര്യമുഖാൻ വരാൻ പ്രദായ. അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യസിദ്ധി മുതലായ വരങ്ങൾ കൊടുത്ത് അന്തേ സ്വേന ഏവ വധം ച ദദിത. ഒടുക്കം താൻ തന്നെ നിമിത്തമായിട്ടുള്ള വധവും കൊടുത്തു. അതായത് തൻ്റെ കൈകൊണ്ട് തന്നെ മരണം വരും എന്നും പറഞ്ഞു. ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നാൽ സമാധിഭംഗം വരുമെന്ന് കരുതിയാണ് ആശ്രമവാസം പോലും ഉപേക്ഷിച്ച് ദത്താത്രേയൻ സഞ്ചാരിയായി തീർന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധം 15-16 അധ്യായങ്ങളിൽ പരശുരാമവതാര കഥ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിൽ ഭഗവാന്റെ 24 അവതാരങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ 6ാമത്തെ അവതാരമായി ദത്താവതാരം കാണിച്ചിട്ടുണ്ട്. പണ്ട് നീ തിരുവടി അനസൂയയിൽ അത്രിയുടെ പുത്രനായി ജനിച്ച് ദത്തനെന്ന പേരോടുകൂടി അവതരിക്കുകയുണ്ടായി. ശിഷ്യന്മാരുടെ നിർബന്ധ നിമിത്തം മനസ്സിന് മടിപിടിപ്പെട്ട് ഭാര്യയും ഒരുമിച്ച് സ്വസ്ഥനായി സഞ്ചരിക്കുമ്പോൾ പരമഭക്തനായ ഹേഹയ രാജാവ്, അതായത് കാർത്തവീരാർജുനൻ നീൻ തിരുവടിയെ കാണുകയും നീൻ തിരുവടി അവന് അഷ്ടൈശ്വര്യ മുതലായ വരങ്ങൾ കൊടുത്തിട്ട് ഒടുവിൽ തൻ്റെ കൈകൊണ്ട് തന്നെ മരണവും വരുമെന്ന് അരുളി ചെയ്തു. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. ശ്ലോകം 2.
സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം. പദം പിരിക്കാം. സത്യം കർത്തും അധ അർജുനസ്യ ച വരം തത് ശക്തി മാത്ര ആനദം ബ്രഹ്മ ദ്വേഷി തദാ അഖിലം നൃപകുലം ഹന്തും ച ഭൂമേഃ ഭരം സഞ്ജാതഃ ജമദഗ്നിദഃ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമഃ നാമ തത് ആത്മജേഷു അവരജഃ പിത്രോഃ അധാഃ സമ്മതം. ഹേ ഹരേ ത്വം അധ അർജുനസ്യ വരം സത്യം കർത്തും ച. അല്ലയോ ഹരേ, നിൻ തിരുവടി പിന്നീട് കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കുവാനും ബ്രഹ്മദ്വേഷി ഭൂമേഹേ ഭരം തഥാ തശക്തിമാത്രാനദം അഖിലം നൃപകുലം ഹന്തും ച. വേദത്തെ അഥവാ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നതും ഭൂമിക്ക് ഭാരമായി തീർന്നതും ആ കാലത്ത് കാർത്തവീരാർജുനൻ്റെ പരാക്രമം കൊണ്ട് മാത്രം ഒതുങ്ങി നിന്നതുമായ മുഴുവൻ രാജവംശത്തെയും നിഗ്രഹിക്കുവാനും വേണ്ടി ഭൃഗുകുലേ ജമദഗ്നിദഃ രേണുകായാം തദാത്മജേഷു അവരജഃ രാമഃ നാമ സംജാതഃ. ഭൃഗുവംശത്തിൽ ജമദഗ്നിയിൽ നിന്നും രേണുകയിൽ അവരുടെ പുത്രന്മാരിൽ ഒടുക്കത്തേവനായി രാമൻ എന്ന പേരോടെ അവതരിച്ചിട്ട് പിത്രോഹോ സമ്മതം അതാഹ, അച്ഛനമ്മമാർക്ക് സന്തോഷത്തെ ഉളവാക്കി. അനന്തരം അർജുനനെ കൊല്ലുമെന്നുള്ള വാക്ക് സത്യമാക്കുന്നതിനും ബ്രാഹ്മണദ്വേഷികളും അർജുനൻ്റെ ശക്തി കൊണ്ട് മാത്രം അല്പം അമർന്നിരിക്കുന്ന ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്നവരുമായ രാജാക്കന്മാരുടെ എല്ലാ വംശനാശം വരുത്തുന്നതിനായി നിന്തിരുവടി ഭൃഗുവംശത്തിൽ ജമദഗ്നിയിൽ നിന്നും രേണുകയിൽ രാമൻ എന്ന പേരോടുകൂടി അവരുടെ പുത്രന്മാരിൽ ഇളയവനായി ജനിച്ച് മാതാപിതാക്കന്മാർക്ക് അളവറ്റ സന്തോഷമുണ്ടാക്കി. ഈ രാമനെ വസുദേവൻ്റെ അംശാവതാരം എന്ന് പറയുന്നു. ഹേഹേയ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെ സംഹരിക്കുകയായിരുന്നു ഈ പരശുരാമാവതാരത്തിൻ്റെ പ്രയോജനം, ഉദ്ദേശം. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ക്ഷത്രിയന്മാരുടെ തലമുറയെ 21 പ്രാവശ്യം നശിപ്പിച്ചു. രജോ ഗുണവും തമോ ഗുണവും അധികരിച്ചിരിക്കുക നിമിത്തം നിന്ദ്യകർമ്മങ്ങൾ നടത്തുകയും ബ്രഹ്മത്തെ അറിയുന്നവരിൽ, അതായത് ബ്രാഹ്മണരിൽ ഭക്തിയില്ലാത്തതും ഭൂമിക്ക് ഭാരമായിരിക്കുന്നവരുമായ ക്ഷത്രിയരെ വധിച്ചു. മനസ്സിനെ അടക്കുവാൻ അശക്തരായിരുന്ന രാജാക്കന്മാർ ഭഗവാന്റെ നേർക്ക് എന്ത് അപരാധമാണ് കാട്ടിയത്? ആ അപരാധ നിമിത്തമാണല്ലോ ക്ഷത്രിയ വംശം പലവട്ടം നശിപ്പിക്കപ്പെട്ടത്. ഹേഹയ കുലത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അധിപനും ക്ഷത്രിയ സംഘത്തിൻ്റെ ശ്രേഷ്ഠതയെ വഹിക്കുന്നവനുമായ കാർത്തവീര്യാർജുനൻ ശ്രീനാരായണൻ്റെ അംശാവതാരമായ ദത്താത്രേയ മഹർഷിയിൽ നിന്നും അഷ്ടൈശ്വര്യസിദ്ധികളെയും നേടിയെടുത്തു. സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം. ശ്ലോകം 3.
കൗമാരത്തിൽ തന്നെ പരശുരാമൻ ചെയ്ത അദ്ഭുത കൃത്യം വിവരിക്കുന്നു. ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ. പദം പിരിക്കാം. ലബ്ധ ആംനായ ഗണഃ ചതുർദശ വയാഃ ഗന്ധർവ രാജേ മനാക് ആസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധ ആകുലസ്യ ആജ്ഞയാ താത ആജ്ഞാ അധിക സോദരൈഃ സമം ഇമാം ഛിത്വാ അധ ശാന്താത് പിതുഃ തേഷാം ജീവന യോഗം ആപിധ വരം മാതാ ച തേ അദാത് വരാൻ. ലബ്ധാമനായ ഗണഃ ചതുർദശവയാഃ ത്വം ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതി. വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ 14 വയസ്സ് പ്രായമായ നീ തിരുവടി ഗന്ധർവരാജാവായ ചിത്രരഥനിൽ അനുരക്തിയായ അമ്മയുടെ, അതായത് രേണുകയുടെ നേരെ ക്രോധാകുലസ്യ പിതുഹു ആജ്ഞയാ, കോപവിവശനായ അച്ഛൻ്റെ കൽപ്പന കൊണ്ട് താതാജ്ഞാധിക സോദരേഹി സമം, അച്ഛൻ്റെ കൽപ്പന ലംഘിച്ച സഹോദരന്മാരോടൊപ്പം ഇമാം ചിത്വാ, അമ്മയെ കഴുത്തെറുത്തിട്ട് അത ശാന്താത് പിതുഹു, അനന്തരം കോപം ശമിച്ച അച്ഛനിൽ നിന്ന് തേഷാം ജീവനയോഗം വരം ആപിത, അവരുടെ, അതായത് അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവലബ്ധിയാകുന്ന വരം സമ്പാദിച്ചു. മാതാച്ച തേ വരാൻ അതാത്, അമ്മയും നിന്തിരുവടിക്ക് വരങ്ങൾ നൽകി. നിന്തിരുവടി 16 വയസ്സുള്ളപ്പോൾ തന്നെ വേദങ്ങളെല്ലാം പഠിച്ചു തീർത്തു. അന്ന് ഗന്ധർവരാജാവായ ചിത്രരഥനിൽ അല്പം ആസക്തി തോന്നിയ മാതാവിനെക്കുറിച്ച് കോപപരവശനായി തീർന്ന പിതാവിൻ്റെ കൽപ്പന പ്രകാരം നിന്തിരുവടി അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ച ജ്യേഷ്ഠ സഹോദരന്മാരെയും മാതാവിനെയും വധിക്കുകയും അനന്തരം ശാന്തനായ പിതാവിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് അവരെയെല്ലാം തിരികെ ജീവിപ്പിക്കുകയും ചെയ്തു. മാതാവും നിന്തിരുവടിക്ക് വളരെ വരങ്ങൾ ദാനം ചെയ്തു. ഒരിക്കൽ രേണുകാദേവി വെള്ളം കൊണ്ടുവരുവാൻ ഗംഗയിലേക്ക് പോയി. അവിടെ അപ്സര സ്ത്രീകളോട് കൂടി ജലക്രീഡ ചെയ്യുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവിനെ കണ്ടു. ചിത്രരഥനിൽ രേണുകയ്ക്ക് അല്പം ആസക്തി തോന്നിയത്രേ. ചിത്രരഥനെ നോക്കിക്കൊണ്ട് നിന്ന് സമയം പോയതറിയാതെ വൈകിയാണ് വെള്ളവും കൊണ്ട് രേണുക ആശ്രമത്തിലെത്തിയത്. ധർമ്മപത്നിയുടെ മാനസിക വ്യഭിചാരം മനസ്സിലാക്കിയ ജമദഗ്നി കോപിച്ച് 5 മക്കളിൽ ഓരോരുത്തരെയും വിളിച്ച് അമ്മയുടെ കഴുത്തറക്കുവാൻ പറഞ്ഞു. 4 പേരും അച്ഛൻ്റെ കൽപ്പന അനുസരിച്ചില്ല. 14 വയസ്സ് മാത്രം പ്രായമായ പരശുരാമൻ സംശയം കൂടാതെ അച്ഛൻ്റെ കൽപ്പനയെ അനുസരിച്ചു. അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെ കൽപ്പന പ്രകാരം എല്ലാ ജ്യേഷ്ഠന്മാരുടെയും കഴുത്തറുത്തു. ജമദഗ്നി കോപം ശമിച്ചപ്പോൾ മകൻ്റെ ധൈര്യത്തിലും ആജ്ഞ അനുസരിച്ചതിനാലും സന്തുഷ്ടനായി രാമന് വരം കൊടുത്തു. സന്തുഷ്ടയായ അമ്മയും മകന് ധാരാളം വരങ്ങൾ നൽകുകയുണ്ടായി. അമ്മയ്ക്കും സഹോദരന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടുക, താൻ അവരെ വധിച്ചത് ഓർമ്മയില്ലാതാകുക എന്നുകൂടി ജമദഗ്നി നൽകിയ വരത്തിൽ ഉൾപ്പെടുന്നു. ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു
തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ. ശ്ലോകം 4. പിത്രാ മാതൃമുദേസ്തവാഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പദം പിരിക്കാം. പിത്ര മാതൃ മുദേ സ്തവ ആഹൃത വിയത് ധേനോഃ നിജാത് ആശ്രമാത് പ്രസ്ഥായ അധ ഭൃഗോഃ ഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത് പരശും തത് ഉക്ത ധനുജ ഛേദി മഹാ അസ്ത്രാദികം പ്രാപ്തഃ മിത്രം അധ അകൃതവ്രണമുനിം പ്രാപ്യ ആഗമഃ സ്വ ആശ്രമം. അത ത്വം ഭൃഗോഃ ഗിര. അനന്തരം പരശുരാമനായ നിന്തിരുവടി തൻ്റെ കുലവംശസ്ഥാപകനായ ഭൃഗുമഹർഷിയുടെ നിയോഗത്താൽ പിത്ര മാതൃമുദേ സ്തവാഹൃതവിയദ്ധേനോഃ നിജാത് ആശ്രമാത് പ്രസ്ഥായ. അച്ഛനാൽ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്തോത്രം കൊണ്ട് ആനയിക്കപ്പെട്ട കാമധേനുവിനോട് കൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് ഹിമഗിരൗ ഗൗരിപതിം ആരാധ്യ ഹിമാലയത്തിൽ ചെന്ന് അവിടെ വെച്ച് ശ്രീ പരമേശ്വരനെ ആരാധിച്ച് തത്പരശം ലബ്ധ്വാ തദുക്ത അനുജോച്ഛേദി മഹാസ്ത്രാധികം പ്രാപ്തഃ അഥ. അദ്ദേഹത്തിൻ്റെ വെൺമഴു സമ്പാദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച് ദിവ്യാസ്ത്രം മുതലായവയും നേടിയതിനു ശേഷം ആ കൃതവ്രണമുനിം മിത്രം പ്രാപ്യ സ്വാശ്രമം ആഗമഃ. അകൃതവ്രണൻ എന്ന മഹർഷിയെ ചങ്ങാതിയായി സമ്പാദിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. അനന്തരം അമ്മയുടെ സന്തോഷത്തിനായി പിതാവ് സ്തുതി കൊണ്ട് കാമധേനുവിനെ വരുത്തിയിട്ടുള്ള തൻ്റെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് നീന്തിരുവടി തൻ്റെ വംശസ്ഥാപകനായ ഭൃഗുവിൻ്റെ നിയോഗമനുസരിച്ച് ഹിമാലയത്തിൽ ചെന്ന് ശിവനെ തപസ്സുകൊണ്ട് ആരാധിച്ച് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വെൺമഴു എന്ന ആയുധം ലഭിച്ചു. ആ ഭഗവാൻ അരുളി ചെയ്ത മഹാസുരനെ നിഗ്രഹിച്ചിട്ട് പ്രസന്നനായ ആ ഭഗവാനിൽ നിന്നും അനേകം ദിവ്യാസ്ത്രങ്ങളും വരങ്ങളും സിദ്ധിച്ച് അകൃതവ്രണൻ എന്ന മുനിയെ മിത്രമായി ലഭിച്ച് തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. പിത്രാ മാതൃമുദേസ്തവാഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ശ്ലോകം 5. കാർത്തവീര്യാർജുനവധത്തിനുള്ള കാരണം അവതരിപ്പിക്കുന്നു. ആഖേടോ ഭഗദോർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹദചമൂചക്രേണ വത്സോഹൃതാ. പദം പിരിക്കാം. ആഖേട ഉപഗതഃ
അർജുനഃ സുരഗവി സംപ്രാപ്ത സമ്പദ് ഗണൈഃ ത്വത് പിത്രാ പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രി വാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുതിയാ തേന അഭി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോ ഹത ചമു ചക്രേണ വത്സഃ ഹൃദഃ. ആഖേടോപഗതഃ അർജുനഃ. നായാട്ടിന് പുറപ്പെട്ട് എത്തിച്ചേർന്ന കാർത്തവീര്യാർജുനൻ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിത. കാമധേനുവിൽ നിന്നും ലഭിച്ച സമ്പദ് സമൃദ്ധി കൊണ്ട് നിന്തിരുവടിയുടെ പിതാവിനാൽ സപരിവാരം സൽക്കരിക്കപ്പെട്ടു. പുനഃ പുരഗതഃ ദുർമന്ത്രിവാച ഗാം കേതും സജീവം നയുങ്ക്ത. പിന്നീട് നഗരത്തിൽ ചെന്നിട്ട് രാജാവ് ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശപ്രകാരം കാമധേനുവിനെ വിലയ്ക്ക് വാങ്ങാൻ മന്ത്രിയെ നിയോഗിച്ചു. രുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ. ബലാത്ഗ്രഹണം തടയുന്ന ജമദഗ്നിയുടെ നിഗ്രഹം കൊണ്ട് കോപിച്ച കാമധേനുവിനാൽ നശിപ്പിക്കപ്പെട്ട സൈന്യ സമൂഹത്തോടു കൂടിയവനും കുതിയ തേന അഭിവത്സഹ ഹൃദഃ. ദുർബുദ്ധിയുമായ ആ മന്ത്രിയാൽ പശുക്കുട്ടിയെ അപഹരിക്കപ്പെട്ടു. അക്കാലത്ത് നായാട്ടിന് കാട്ടിൽ പോയി മടങ്ങുന്ന വഴിക്ക് കാർത്തവീര്യാർജുനൻ നിന്തിരുവടിയുടെ ആശ്രമത്തിൽ വരികയും നിന്തിരുവടിയുടെ പിതാവായ ജമദഗ്നി മഹർഷി കാമധേനുവിൽ നിന്നും സിദ്ധിച്ച വിഭവങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ രാജോചിതമായ വിധത്തിൽ സൽക്കരിക്കുകയും ചെയ്തു. അദ്ദേഹം സന്തുഷ്ടനായി തൻ്റെ രാജധാനിയിൽ എത്തിയതിനു ശേഷം ദുർമന്ത്രിയുടെ വാക്ക് കേട്ട് ആ കാമധേനുവിനെ വിലയ്ക്ക് വാങ്ങുന്നതിനായി മന്ത്രിയെ നിയോഗിച്ചു. ദുർബുദ്ധിയായ ആ മന്ത്രി കാമധേനുവിനെ അപഹരിക്കുവാൻ ഭാവിച്ചതിനെ ജമദഗ്നി തടുത്തതിനാൽ അവൻ ആ മഹർഷിയുടെ പ്രാണാപായം വരുത്തി. അതുകണ്ട് കോപിച്ച കാമധേനു തൻ്റെ പ്രഭാവത്താൽ അനവധി ദിവ്യാത്മാരായ പോരാളികളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് മന്ത്രിയുടെ സൈന്യങ്ങളെയെല്ലാം നിശ്ശേഷം നശിപ്പിച്ചു. ഒടുവിൽ അയാൾ പശുക്കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: കാമധേനുവിൻ്റെ വൈഭവം കൊണ്ട് ജമദഗ്നി ചെയ്ത അതിവിശിഷ്ടമായ അതിഥി സൽക്കാരം കണ്ടപ്പോൾ രാജാവിന് അസൂയ തോന്നി. അദ്ദേഹം ആ സത്കാരത്തെ അത്ര ആദരിച്ചില്ല. കാമധേനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള മോഹം രാജാവിനുണ്ടായി. ധേനുവിനെ ബലാൽ പിടിച്ചു കൊണ്ടുപോകുവാൻ ഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. കരയുന്ന പശുവിനെയും കുട്ടിയെയും അവർ പിടിച്ച് മാഹിഷ്മതി നഗരിയിലേക്ക് കൊണ്ടുപോയി. ആഖേടോ ഭഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്ത കുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ വത്സോ ഹൃതാ. ശ്ലോകം 6. ശുക്രോജ്ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാ സമം ബിഭ്രദ്ധ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാ സങ്കരം. പദം വരിക്കാം. ശുക്ര ഉജ്ജീവിത താത വാക്യ ചലിത ക്രോധഃ അധ സഖ്യ സമം ബിഭ്രദ്ധ്യാത
മഹോദര ഉപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹ യന്ത്രിക രഥം മാഹിഷ്മതീം ആവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുതാഃ സങ്കരം. ത്വം ശുക്രോർജീവിതതാതവാക്യചലിതക്രോധഃ. ഇന്ദിരുവടി ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കിനാൽ അത്യന്തം കോപാകുലനായി തീർന്നു. അത സഖ്യാസമം. അനന്തരം സ്നേഹിതനായ അകൃതവൃണമുനിയോടുകൂടി ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാംച ബിഭ്രത്. ധ്യാനിച്ച ഉടനെ മഹോദരൻ എന്ന ശിവപാർഷദനാൽ കൊണ്ടുവരപ്പെട്ട വില്ലും വെൺമഴുവും ശരങ്ങളും എടുത്തിട്ട് സഹവാഹയന്ത്രികരഥം ആരൂഢ. കുതിരകളും സാരഥിയും ഒത്ത തേരിൽ കയറി മാഹിഷ്മതീം ആവിശൻ ക്ഷിതിപദൗ വാഗ്ഭിഃ വത്സം അദാശുഷി. മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ച് പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടും രാജാവ് പശുക്കുട്ടിയെ തരാതിരുന്നപ്പോൾ സങ്കരം സംപ്രാസ്തുതാഃ. യുദ്ധം ആരംഭിച്ചു. അനന്തരം ശുഗമഹർഷി നിന്തിരുവടിയുടെ പിതാവിനെ ജീവിപ്പിച്ചു. പിതാവിൻ്റെ വാക്കുകൾ കൊണ്ട് ക്രോധാകുലനായി തീർന്ന നിന്തിരുവടി ധ്യാനമാത്രയിൽ മഹോദരൻ എന്ന ശിവഭൂതൻ കൊണ്ടുവന്ന വില്ലും മഴുവും ശരങ്ങളും ധരിച്ച് സഖാവായ അകൃതവൃണമുനിയോടുകൂടി തേരാളിയും കുതിരകളുമുള്ള തേരിൽ കയറി കാർത്തവീര്യാർജുനൻ്റെ രാജധാനിയായ മാഹിഷ്മതിയിൽ പ്രവേശിച്ചു. രാജാവിനോട് പശുക്കുട്ടിയെ തരുവാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ തരുകയില്ലെന്ന് കണ്ടപ്പോൾ നിന്തിരുവടി യുദ്ധം ആരംഭിച്ചു. ശുക്രോജ്ജീവിതതാതവാക്യചലിതക്രോധോധസഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രികരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം. ശ്ലോകം 7. കാർത്തവീര്യനും പരശുരാമനും തമ്മിലുള്ള ഘോരയുദ്ധം വർണ്ണിക്കുന്നു. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ. പദം പിരിക്കാം. പുത്രാണാം അയുധേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ മഹാസേനാനീഭിഃ അനേകമിത്രനിവഹൈഃ വ്യാജൃംഭിത ആയോധനഃ സദ്യഃ ത്വത്ക കുഠാര ബാണ വിദളത് നിശേഷ സൈന്യ ഉത്കരഃ ഭീതി പ്രദ്രുത നഷ്ട ശിഷ്ട തനയഃ ത്വാം ആപതത് ഹേഹയഃ. ഹേഹയഃ പുത്രാണാം അയുധേന. കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാരെ കൊണ്ടും സപ്തദശഭിഃ അക്ഷൗഹിണീഭിഃ 17 അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ടും മഹാസേനാനിഭിഃ പരാക്രമസമ്പന്നരായ സേനാപതികളെ കൊണ്ടും അനേക മിത്രനിവഹൈഃ ച അനേകം സുഹൃത് സമൂഹങ്ങളെ കൊണ്ടും വ്യാജൃംഭിതായോധനഃ മഹായുദ്ധം നടത്തി. സദ്യഃ
ത്വത്ക കുടാരബാണവിധള നിശേഷ സൈന്യോത്കരഃ. അതിവേഗം നിൻ തിരുവടിയുടെ വെൺമഴു അസ്ത്രങ്ങൾ ഇവയാൽ എല്ലാ സൈന്യങ്ങളും പിളർക്കപ്പെട്ടവരായി തീർത്ത് ഭീതിപ്രധൃത നഷ്ടശിഷ്ടതനയഃ. മരിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള പുത്രന്മാരെല്ലാം ഭയം കൊണ്ട് ഓടിപ്പോയപ്പോൾ ത്വാം ആപതത്, നിൻ തിരുവടിയുടെ നേരെ കുതിച്ചു ചാടിയെത്തി. കാർത്യവീരാർജുനനാകട്ടെ 10,000 പുത്രന്മാരെ കൊണ്ടും 17 അക്ഷൗഹിണികളെ കൊണ്ടും പല വലിയ സേനാനായകന്മാരെ കൊണ്ടും അനവധി ബന്ധുസമൂഹങ്ങളെ കൊണ്ടും യുദ്ധം കേമമായി നടത്തി. എന്നാൽ താമസിയാതെ നിൻ തിരുവടിയുടെ വെൺമഴുവും ബാണങ്ങളുമേറ്റ് സൈന്യങ്ങളെല്ലാം നശിക്കുകയും നശിച്ചതിനു ശേഷമുള്ള തൻ്റെ പുത്രന്മാർ ഭയപ്പെട്ട് യുദ്ധക്കളം വിട്ട് ഓടിപ്പോവുകയും ചെയ്തപ്പോൾ കാർത്തവീര്യാർജുനൻ തന്നെത്താൻ നിൻ തിരുവടിയോട് എതിർത്തു. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ. ശ്ലോകം 8 കാർത്തവീര്യനിഗ്രഹം വർണ്ണിക്കുന്നു. ലീലാവാരിത നർമ്മദാ ജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം. പദം പിരിക്കാം. ലീല, വാരിത, നർമ്മദ, ജല, വലത്, ലങ്കേശ, ഗർവാപഹ, ശ്രീമദ് ബാഹു സഹസ്ര മുക്ത ബഹു ശസ്ത്ര അസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയി അധ വൈഷ്ണവേ അഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷം അവധീഹി സഹ അഗാധ പരം തേ പദം. ലീലാവാരിത നർമ്മദാ ജലവലത് ലങ്കേശ സർവാഭഹ ശ്രീമദ് ബാഹു സഹസ്ര മുക്ത ബഹുശസ്ത്രാസ്ത്രം അമോ. നേരമ്പോക്കായി ചിറകെട്ടിത്തടഞ്ഞ നർമ്മദാജലത്തിൽ മുങ്ങിപ്പൊങ്ങിക്കുഴയുന്ന രാവണൻ്റെ അഹങ്കാരമെല്ലാം നശിപ്പിച്ച വീരശ്രീകളിയാടുന്ന 1000 കൈകളെ കൊണ്ട് അനേകം ആയുധങ്ങളും ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കുന്ന ഈ കാർത്തവീര്യനെ നിരുന്ധൻ തടഞ്ഞുകൊണ്ട് അത വൈഷ്ണവേ ചക്രേ അഭി ത്വയി വിഫലേ. അനന്തരം സുദർശന ചക്രവും നിൻ തിരുവടിയിൽ നിഷ്ഫലമായപ്പോൾ ത്വാം ഹരി ബുദ്ധ്വാ, നിൻ തിരുവടി ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കി ത്വാം ധ്യായന്തം, നിൻ തിരുവടിയെ ധ്യാനിക്കുന്നവനും ചിത സർവദോഷം അമും ത്വം അവധീഹി, എല്ലാ കൈകളും അറക്കപ്പെട്ടവനും, അതായത് എല്ലാ ദോഷങ്ങളും നീങ്ങിയവനും എന്നർത്ഥം ആയ ഈ കാർത്തവീര്യനെ നിൻ തിരുവടി നിഗ്രഹിച്ചു. സഹ തേ പരം പദം അഗാത്, അവൻ നിൻ തിരുവടിയുടെ പരമമായ പദത്തെ, അതായത് വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നർമ്മദാ തീരത്ത് രാവണൻ വസിക്കവേ നർമ്മദയിൽ ജലക്രീഡ ചെയ്യുന്ന കാർത്തവീര്യൻ തൻ്റെ 1000 കൈകളെ കൊണ്ട് ചിറകെട്ടിയതും നർമ്മദാ തടത്തിൽ വെള്ളം പൊങ്ങി രാവണൻ അതിൽ മുങ്ങിത്തുടിച്ചു കുഴങ്ങിയതും മറ്റും ഉള്ള കഥ പ്രസിദ്ധമാണ്. ജലക്രീഡ ചെയ്യുന്ന സമയം നേരം പോക്കിനായി പ്രവാഹം തടുത്തു നിർത്തിയതിനാൽ പെരുകിയ നർമ്മദാജലത്തിൽ
മുങ്ങിയ രാവണനെ പിന്നീടുണ്ടായ യുദ്ധത്തിൽ തോൽപ്പിച്ചു. കുറേ നാൾ കാരാഗ്രഹത്തിലിട്ട് അഹങ്കാരം ശമിപ്പിക്കുന്നതിനുപകരിച്ച പരമപരാക്രമശാലികളായ 1000 കൈകളെ കൊണ്ടും അനവധി ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ച് യുദ്ധം ചെയ്ത ഈ കാർത്തവീര്യനെ നിന്തിരുവടി തടുത്തു. തനിക്ക് അധീനമായ വിഷ്ണുചക്രവും നിന്തിരുവടിയിൽ ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ നിന്തിരുവടിയെ വിഷ്ണുവെന്ന് മനസ്സിലാക്കുകയും നിന്തിരുവടിയെ തന്നെ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ധ്യാനിക്കുകയും ചെയ്തു. അതിനാൽ സമസ്ത ദോഷങ്ങളും നശിച്ച അവന് കൊടുത്തിരുന്ന വരമനുസരിച്ച് നിന്തിരുവടി വധിക്കുകയും അവൻ നിന്തിരുവടിയുടെ ദിവ്യവും സർവോത്കൃഷ്ടവുമായ സ്ഥാനം, അതായത് വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു. ലീലാവാരിത നർമ്മദാ ജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം. ശ്ലോകം 9. പരശുരാമൻ ക്ഷത്രിയ വംശവിച്ഛേദം ആരംഭിക്കുന്നു. ഭൂയോ മർഷിദ ഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. പദം പിരിക്കാം. ഭൂയഃ അമർഷിത ഹേഹയ ആത്മജ ഗണൈഃ താതേ ഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാന ആനീത രഥ ആയുധഃ ത്വം അകൃധാഃ വിപ്രദ്രുഹഃ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഭൂയഃ അമർഷിത ഹേഹയാത്മജഗണൈഃ താതേ ഹതേ. അനന്തരം കോപം പൂണ്ടവരായ കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർ ജമദഗ്നിയെ കൊന്നപ്പോൾ രേണുകാം ബഹുശഃ ഹൃദയം ആഘ്നാനം നിരീക്ഷ്യ ഘോരാം പ്രതിജ്ഞാം വഹൻ ത്വം. ഭയങ്കരമായ പ്രതിജ്ഞ എടുക്കുന്നവനായ നിന്തിരുവടി ധ്യാനാനീതരഥായുധ ദിക്ചക്രേഷു വിപ്രദ്രുഹഃ ക്ഷത്രിയാൻ കുഠാരയൻ വിശിഖയൻ. ധ്യാനം കൊണ്ട് തേരും ആയുധങ്ങളും വരുത്തി എല്ലാ ദിക്കുകളിലും ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയന്മാരോട് കുഠാരം കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും യുദ്ധം ചെയ്ത് മേദിനിയും നിക്ഷത്രിയാം അകൃത. ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാതാക്കി ചമച്ചു. പിന്നെയും കുപിതന്മാരായ കാർത്തവീര്യൻ്റെ പുത്രന്മാർ നിന്തിരുവടി ഇല്ലാത്ത തക്കം നോക്കി ആശ്രമത്തിലെത്തി നിന്തിരുവടിയുടെ പിതാവിനെ വധിച്ചു. അതിനാൽ ദുഃഖപരവശയായി മാറത്തടിക്കുന്ന രേണുകയെ കണ്ട് നിന്തിരുവടി ഒരു ഘോരമായ പ്രതിജ്ഞയെ, അതായത് ക്ഷത്രിയ വംശത്തെ നിശേഷം നശിപ്പിച്ച് ക്ഷത്രിയരുടെ രക്തധാര കൊണ്ട് പിതൃതർപ്പണം ചെയ്യുന്നുണ്ടെന്നുള്ള പ്രതിജ്ഞയെ ചെയ്തിട്ട് ധ്യാനത്താൽ രഥവും ആയുധങ്ങളും വരുത്തി എല്ലാ ദിക്കിലും സഞ്ചരിച്ച് ബ്രഹ്മദ്രോഹികളായ ക്ഷത്രിയരെ മഴുകൊണ്ട് വെട്ടിയും ബാണങ്ങളെ കൊണ്ട് വർഷിച്ചും ഭൂമിയിൽ ക്ഷത്രിയരെ ഇല്ലാതാക്കി. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്,
പരശുരാമനില്ലാത്ത അവസരം നോക്കി ആശ്രമത്തിൽ ചെന്ന് ജമദഗ്നിയെ കാർത്തവീര്യപുത്രന്മാർ നിഗ്രഹിച്ചു. ഭർത്തൃവധത്താൽ ദുഃഖിതയായ രേണുക 21 വട്ടം നെഞ്ചത്തടിച്ചുവെന്നും അതുകൊണ്ടാണ് പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയവംശം നശിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തത് എന്നും അറിയപ്പെടുന്നു. ഭൂയോ മർഷിദഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ശ്ലോകം 10. താദോജ്ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. പദം പിരിക്കാം. താത ഉജ്ജീവന കൃത് നൃപാലക കുലം ത്രിസപ്ത കൃത്വഃ ജയൻ സന്ദർപ്യ അധ സമന്തപഞ്ചക മഹാ രക്തഹ്രദ ഓഘേ പിതॄൻ യജ്ഞേ ക്ഷ്മാം അഭി കാശ്യപ ആദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി ശമിതഃ യുദ്ധാത് കുമാരൈഃ ഭവാൻ. ഭവാൻ താതോർജീവനകൃത് നൃപാലകകുലം ത്രിസപ്തകൃത്വാ ജയൻ. ഇന്ദിരുവടി അച്ഛനെ പുനർജീവിപ്പിച്ചു. രാജവംശത്തെ 21 വട്ടം ഉന്മൂലനം ചെയ്തു. അത സമന്ത പഞ്ചക മഹാരക്താഹൃദൗഘേ പിതॄൻ സന്ദർപ്യ. അനന്തരം സമന്ത പഞ്ചകത്തിലെ മഹാരക്ത ജലാശയങ്ങളിൽ നല്ലവണ്ണം പിതൃതർപ്പണം ചെയ്തു. യജ്ഞേ ക്ഷ്മാം അഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ. യാഗത്തിൽ ഭൂമിയും മറ്റെല്ലാ സമ്പത്തുക്കളും കാശ്യപാദികളിൽ സമർപ്പിച്ചു സാൽവനോട് യുദ്ധം ചെയ്തു. പുനഃ കൃഷ്ണഃ അമോ നിഹനിഷ്യതി ഇതി കുമാരൈഃ യുദ്ധാത് ശമിതഃ. അനന്തരം ശ്രീകൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്ന് സനത്കുമാരാദി ദിവ്യമഹർഷികളാൽ പറഞ്ഞതിനു ശേഷം യുദ്ധത്തിൽ നിന്നും പിന്തിരിക്കപ്പെടുകയും ചെയ്തു. താദോജ്ജീവനകൃത് നൃപാലകകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേ ക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. ശ്ലോകം 11. നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. പദം പിരിക്കാം. ന്യസ്യ അസ്ത്രാണി മഹേന്ദ്ര ഭൂപൃതി തപഃ തന്വൻ പുനഃ മജ്ജിതാം ഗോകർണ അവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ അർത്ഥിതഃ
താപസൈഃ ധ്യാത ഇശ്വാസ ധൃത അനല അസ്ത്ര ചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരളഃ ഭൃഗുപതേ വാദേശ സംരക്ഷ മാം. ഭൃഗുപതേ വാദേശ ത്വം അസ്ത്രാണി ന്യസ്യ. പരശുരാമനായ ശ്രീ ഗുരുവായൂരപ്പ, നിന്തിരുവടി മഹേന്ദ്രഭൂപതി തപഃ തന്വൻ. മഹേന്ദ്രപർവ്വതത്തിൽ തപസ് അനുഷ്ഠിക്കുന്നവനായിട്ട് പുനഃ ഗോകർണാവതി സാഗരേണ മഞ്ജിതാം ധരണീം ദൃഷ്ട്വാ താപസൈഃ അർത്തിതഃ. പിന്നീട് ഗോകർണം വരെ സമുദ്രത്താൽ മൂടപ്പെട്ടതായ ഭൂമിയെ കണ്ടിട്ട് താപസന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ധ്യാതേ ശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും ധ്രുവക്ഷേപണാത് ഉത്സാര്യ. ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ തൊടുത്ത ആഗ്നേയ മഹാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട സമുദ്രത്തെ സ്രുവമെറിഞ്ഞ് അകലേക്ക് മാറ്റിയിട്ട് ഉദ്ധ്യത കേരളഃ, കേരളത്തെ ഉദ്ധരിച്ചു. സഹ ത്വം മാം സംരക്ഷ, ആ നിന്തിരുവടി അടിയനെ സംരക്ഷിക്കണമേ. നിന്തിരുവടി പിന്നീട് ആയുധം വെച്ച് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെക്കേ അറ്റം മുതൽ വടക്കോട്ട് ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി കണ്ട് താപസന്മാർ അന്വേഷിച്ചതിനാൽ നിന്തിരുവടി ധ്യാനമാത്രത്താൽ കയ്യിൽ വന്നു ചേർന്ന വില്ലിൽ തൊടുത്ത ആഗ്നേയാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട സമുദ്രത്തെ ധ്രുവമെറിഞ്ഞ് അത് വീണ സ്ഥലം വരെ മാറ്റിയിട്ട് കേരളത്തെ ഉദ്ധരിച്ചു. അപ്രകാരമുള്ള പരശുരാമമൂർത്തിയായ നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ശ്രീമദ് ഭാഗവതത്തിൽ കേരളോൽപ്പത്തിയെപ്പറ്റി പറയുന്നില്ല. ഈ കഥ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കേരളീയനായ ഭട്ടപാദർക്ക് കേരളോൽപ്പത്തി പറയാതെ പരശുരാമചരിതം ഉപസംഹരിക്കുവാൻ സ്വാഭാവികമായും സാധിക്കുകയില്ല. അങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ള ചില കഥാംശങ്ങൾ നാരായണീയത്തിൽ ചേർത്തിട്ടുണ്ട്. നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷ മാം. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധം 15-16 അധ്യായങ്ങളിൽ പരശുരാമാവതാര കഥ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ദശകപാരായണം. പരശുരാമചരിതം. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം. സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം. ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിദോ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു
തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ പിത്രാ മാതൃമുദേസ്തവാ ഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃതാ ശുക്രോജ്ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാ സമം ബിഭ്രദ്ധ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപദൗ സംപ്രാസ്തുധാ സങ്കരം പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ ലീലാവാരിദനർമ്മദാജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം ഭൂയോ മർഷിദ ഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം താദോജ്ജീവനകൃത് നൃപാലകകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമഭികാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.